സാർ ആദ്യത്തെ സിനിമ അങ്ങനെ സംഭവിച്ചു, അതിനുശേഷം തുടർച്ചയായിട്ട് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് സജീവമാകാനാണ് തുടങ്ങിയത്. ആദ്യത്തെ പടം പുറത്തു വന്നില്ല, അതെ. രണ്ടാമത്തെ പടവും പുറത്തു വന്നില്ല. മൂന്നാമത് പുറത്ത് വന്ന പടം എന്ന് പറയുന്നത് ശരിക്കും കാമം പ്രഥമോ അക്കൽദാമ അല്ല അക്കൽദാമയാണ്. കാമക്രോധ മോഹം എഴുതിയിട്ടുള്ളത്. അങ്ങനെ മധുചേട്ടനാണ് ഇതിന് ഒരു എന്താ പറയുക പുറത്ത് കൊണ്ടുവരിച്ച ഒരു പടത്തിൻ്റെ അദ്ദേഹത്തിന്റെ സംവിധാനം തന്നെയായിരുന്നു സിനിമ അല്ലേ? അതെ അതെ, പ്രൊഡ്യൂസറും സംവിധായകനും വിചിത്രമല ശ്യാം കൂട്ടുകെട്ട് പിന്നീട് ഒരുപാട് 180ഓളം പടങ്ങൾക്ക്. പിന്നെ അക്കാലത്തെ ഒരു സ്റ്റാൽവർട്ട് മ്യൂസീഷ്യൻ എന്ന് പറയാവുന്നത് ദേവരാജ മാഷുമായിട്ടും ഉള്ള സിനിമകളുണ്ട്. 9 പടങ്ങൾ മാത്രമേ ഞാനും ദേവരാജ മാഷ് എഴുതിയിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് കിട്ടിയുള്ളൂ. ഞാൻ എഴുതാൻ തുടങ്ങുന്നത് ഇന്നലെ ഇന്ന് എന്ന് പറയുന്ന പ്രണയ സരോവര അതെഴുതി കൊടുക്കുമായിരുന്നു. എഴുതി കൊടുക്കുന്നത് പിന്നെ ഞാൻ ദേവരാജ മാഷെ സംബന്ധിച്ചുള്ള എനിക്ക് നേരത്തെ ഒന്നും ചെയ്യാൻ നോക്കില്ല. കാരണം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാൻ കൊടുത്തേച്ചാൽ മാത്രം മതി, ഫോട്ടോ എഴുതി തന്നാൽ മാത്രം മതി. പിന്നെ കേൾക്കില്ല, എങ്ങനെയുണ്ട്, എന്തെങ്കിലും തിരുത്തണം ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് ചോദിച്ചോളാം. റെക്കോർഡിങ്ങിൻ്റെ അന്ന് മാത്രമേ കേൾക്കാനൊക്കെ ഉള്ളൂ. റെക്കോർഡിങ്ങിന് യേശുദാസ് ഒന്ന് പാടിക്കഴിഞ്ഞാൽ അപ്പം കേൾക്കാം, അതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല ആദ്യമൊക്കെ തോന്നി എനിക്കിതൊരു ഭയങ്കര ബോർ പരിപാടിയാണല്ലോ, നമുക്ക് അറിഞ്ഞുകൂടാതെ. അപ്പം ഇതിൻ്റെ കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം തനിക്ക് സംഗീതം അറിയാമായിരിക്കും, പക്ഷേ ഈ പാട്ട് കൊണ്ടുവരുന്ന എഴുത്തുകാർക്കെല്ലാം സംഗീതം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കാൻ ഒക്കില്ലല്ലോ. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് നേരത്തെ ഒന്ന് പാടി കേൾപ്പിച്ചാൽ അവരുടെ അഭിപ്രായം വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിരിക്കാം, ചിലപ്പോൾ ഇതായിരിക്കും മാറി. ഇത് എന്നെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് ഇതൊന്നും വേണ്ട, അവിടെ കേട്ടാൽ മതി. പിന്നെ ഈ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതിനോടുള്ള അദ്ദേഹത്തിൻ്റെ മമത എന്ന് തന്നെ പറയാം. ഒരു പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സംഭവം. അങ്ങനെ ചെയ്യാവൂ എന്ന് വരെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വെറുതെയാണ്. ഞാൻ തിരിച്ചും മറുപടിയൊക്കെ പറയുമായിരുന്നു, അതൊക്കെ വെറുതെയാണ്. പിന്നെ മറ്റേത് അറിഞ്ഞുകൂടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരാൾ ട്യൂണിട്ട് തന്നിട്ട് അതിനനുസരിച്ച് പാട്ട് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എഴുതി ചെയ്യാണെന്ന് പറയാം. സാറിൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെയാണോ ഈ ട്യൂൺ ആദ്യം വിട്ടതിന് ശേഷം ആദ്യത്തെ പാട്ട് തന്നെ ശ്യാം മ്യൂസിക് ചെയ്യല്ലേ, ശ്യാം ട്യൂൺ തരികയാണ്. ഇപ്പം നീലാകാശവും മേഘങ്ങളും എന്നുള്ളത് ട്യൂൺ തരുന്നു, നീലാകാശവും മേഘങ്ങളും എഴുതുന്നു. അത് ആദ്യം പോലെ അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് എഴുതിയിട്ട് ട്യൂൺ ചെയ്തിട്ടിരുന്നു. ഞാൻ തന്നെ സംഗീതം പഠിച്ചവനാണ്, അതുകൊണ്ട് എനിക്ക് ഏകദേശം അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അതെനിക്ക് പിന്നെ സാഹിത്യവും സംഗീതവും ഒരേപോലെ പിന്നെ എടുത്ത് വിളമ്പാൻ പറ്റിയ ഒരു ഇതിലായിരുന്നു എൻ്റെ പഠനമൊക്കെ. ഞാൻ പലപ്പോഴും അത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കാലത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം, കേൾക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇത് അതിന് പറ്റിയ സന്ദർഭമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ എഴുതി ട്യൂൺ ചെയ്യുന്ന പാട്ട് നമ്മൾ എഴുതി കഴിഞ്ഞ് ട്യൂൺ ചെയ്യുന്നു. അതെല്ലാവരും പറയാറുണ്ട്, ഈ കവിതകളൊക്കെ എങ്ങനെയാണ് ട്യൂൺ പാടാനൊന്നും നോക്കില്ല, കവിതയൊക്കെ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ് പറ്റുക? അപ്പോൾ അതിന് പാട്ടിൻ്റെ രീതിയിൽ എഴുതണം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ദിവസവും രാവിലെ ഒരു ഹിന്ദു മതത്തിൽ ഉള്ള വിശ്വസിക്കുന്ന ആരും അതിരാവിലെ ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്ന MS സുബ്ബലക്ഷ്മി പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട് ഇല്ലേ? അത് ആ പാട്ടിൽ ഒന്ന് കൗസല്യ സുപ്രജ അല്ലാതൊരു പാട്ടുണ്ട്, സുപ്രഭാതം എന്ന് പറയുന്ന സാധനം, വെങ്കടേശ സുപ്രഭാതം. ആ പാട്ട് കേട്ടാൽ അതൊരിക്കലെങ്കിലും അത് നമ്മുടെ വൃത്തത്തിലുള്ള കവിതയാണെന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. ഇത് വൃത്തത്തിലുള്ള, ശരിയായ വൃത്തത്തിലുള്ള, അല്ലെങ്കിൽ വസന്തതിലകം വൃത്തത്തിലുള്ള സാധാ കവിതയാണ്. ഇത് നമുക്ക് ആ ട്യൂൺ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കില്ല. ഇപ്പം അത് തന്നെ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലർ വിസ്മൃതമാകും ഇപ്പോൾ എണ്ണീടിലാർക്കും ഇത് താൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ അവനിവാഴു കിനാവ് കഷ്ടം എന്നും എടുത്തു പാടിയാൽ ഇതാണല്ലോ എന്ന് തോന്നുള്ളൂ. അത് അത്രമാത്രം സംഗീതം കൊണ്ട് കവിതയെ അങ്ങ് ലാളിച്ചു എന്ന് എന്തൊക്കെ പറയാം, ഒന്നും തിരിച്ചറിയാക്കാത്ത തരത്തിലാക്കി അതിനങ്ങ്. അതാണ് ഒരു സംഗീതജ്ഞൻ അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞ അല്ലെങ്കിൽ ഒരു ഗായകൻ ഒക്കെ ചെയ്യേണ്ട പരമമായ ധർമ്മം. അതല്ലാതെ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുന്നില്ല, ഒക്കെ പാടുള്ളതാണ്. ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിൽ എന്ന് തന്നെ പറയാം, മരണ ഇതിനകത്ത് എഴുതി വെച്ചു, If any people choose to think of me
ഞാൻ മരിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞത് നേരത്തെ എഴുതുകയാണല്ലോ. ഇവൻ പീപ്പിൾ ചൂസ് ടു തിങ്ക് ഓഫ് മീ ദെൻ ഐ ഷുഡ് ലൈക്ക് ദം ടു സേ ദിസ് വാസ് ദ മാൻ ഹു വിത്ത് ഓൾ ഹിസ് മൈൻഡ് ആൻഡ് ഹാർട്ട് ലവ്ഡ് ഇന്ത്യ ആൻഡ് ദ ഇന്ത്യൻ പീപ്പിൾ ആൻഡ് ദേ ഇൻ ടേൺ വെർ ഇൻ്റലിജൻറ്റ് ടു ഹിം ആൻഡ് ഗേവ് ഹിം ഓഫ് ദിയർ ലവ് മോസ്റ്റ് അബുണ്ടൻ്റ്ലി ആൻഡ് എക്സ്ട്രാവജൻ്റ്ലി. എന്തൊരു സുന്ദരമായ സാധനം. പക്ഷേ ഇത് ട്യൂൺ ചെയ്ത് പാടാൻ ഒക്കുമോ എന്നൊരു ട്രയൽ നടത്തി നോക്കിയാണ്. കാരണം ഇതങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കലും സംഗീതമൊന്നും അറിയാവുന്ന ആളായിരിക്കില്ല. സംഗീതക്കാരെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇത് അദ്ദേഹം അറിയാവുന്നു. പക്ഷേ അദ്ദേഹം സംഗീതം അറിയാം എന്ന് ഞാൻ തെളിയിച്ചു. If any people choose to think of me, then I should like them to say, this was the man who with all his mind and heart loved India and the Indian people, and they in turn were indulgent to him and gave him of their love most abundantly and extravagantly. സാധിക്കും സാധിക്കും സാധിക്കും. ഇതിനു വേണ്ടി ശ്രമിക്കാതെ അത് സാധിക്കില്ല ഇത് സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു കാര്യത്തിലും, അതായത് സംഗീതത്തിൽ മാത്രമല്ല, അഭിനയത്തിലും പിന്നെ ഡയറക്ഷനിലും എന്തിനും അത് സാധിക്കില്ല ഒന്നുമല്ല, എന്തും സാധിക്കും. ഉണ്ണികളെ ഒരു കഥ പറയാം.